12% ആണ് അവരുടെ റവന്യൂ ഗ്രോത്ത്. പ്രോഫിറ്റ് ഗ്രോത്ത് 15% ആണ്. സോ കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടേഴ്സ് ഒക്കെ നോക്കിയാൽ ഏകദേശം 30% അടുത്ത് റവന്യൂ ഗ്രോത്ത് തന്നിരുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ സഡൻ ആയിട്ട് ഈ ക്വാർട്ടറിൽ 12% അവരുടെ റവന്യൂ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് അതിന് പറയുന്നത് അവരുടെ കുറച്ച് റിനോവേഷൻ വർക്കുകളൊക്കെ അവരുടെ മെയിൻ ഹോട്ടൽസിൽ നടക്കുന്നുണ്ടായിരുന്നു, മുംബൈയിലെ അടക്കം. സോ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവ് അവരുടെ റവന്യൂവിൽ അതിൽ നിന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ അത് കമ്പനിയിൽ ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഈ 25-30% മുകളിലാണ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിരുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോഴത്തേന് മാർക്കറ്റിൽ ആൾക്കാർക്ക് ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. പക്ഷേ മാനേജ്മെന്റിന്റെ സൈഡിൽ നോക്കിയാൽ അവരെപ്പോഴും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് മാത്രമാണ് കമ്പനിക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അവരത് തന്നെയാണ് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക്. സോ അത് കമ്പനി അച്ചീവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 29-30% ഉണ്ടായിരുന്നു അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല കമ്പനിയുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. മാനേജ്മെന്റ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് പറയുന്നതെങ്കിലും കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് വെച്ചിട്ട് ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഈ 30% അടുത്തുള്ള റവന്യൂ ഗ്രോത്ത് ആണ്.